തെരേസ്യൻ ഹൈ ഫ്ലയേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ആദ്യത്തെ ഇൻടേക്ക് ഏപ്രിൽ ഇൻടേക്കിലേക്ക് തെരേസ്യൻ അക്കാഡമി ത്രൂ 19 കാൻഡിഡേറ്റ്സ് ആണ് പോകുന്നത്. ജർമ്മനിയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള കാരിത്താസിലേക്ക് ഇതിലെ 14 കുട്ടികളാണ് പോകുന്നത്. അവരെല്ലാവരും തന്നെ അവരുടെ വിശേഷം പങ്കുവയ്ക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അവരോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തും. ഹായ്, എൻ്റെ പേര് അമൃത. എൻ്റെ പേര് അയന. ഞാൻ ആയറ്. എൻ്റെ പേര് അൽക്ക. എൻ്റെ പേര് ജസ്റ്റിൻ. എൻ്റെ പേര് അമലിയ. എൻ്റെ പേര് മീനു. എൻ്റെ പേര് ബെസ്റ്റി. എൻ്റെ പേര് അബി. എൻ്റെ പേര് ജെനിഫർ. ഹായ്, ഞാൻ ദിയ. എൻ്റെ പേര് റോജൽ. എൻ്റെ പേര് അഭിജിത്ത്. ഫൈനൽ ഡേ തെരേസ്യനല്ലേ, നമ്മളെ സംബന്ധിച്ചുള്ള ഇത് ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. കാരണം ഇതിലെ മജോറിറ്റി കുട്ടികളും തന്നെ തെരേസ്യൻസ് ആണ്. ഇവിടെ തന്നെ പഠിച്ചു, ഇവിടെ തന്നെ വർക്ക് ചെയ്യാൻ കയറി, തെരേസ്യൻ അക്കാഡമി ത്രൂ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ജർമ്മനിയിലേക്ക് പറക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. റോജലെ, അപ്പൊ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ തെരേസ്യൻ അക്കാഡമി ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു, അതൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ A1 മുതൽ B2 വരെയും ജർമ്മൻ ലാംഗ്വേജ് തെരേസ്യൻ അക്കാദമി തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഏതാണ്ട് ഒരു 10 മാസം നീണ്ടു നിന്ന ആ ഒരു ജേർണി വളരെ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല, ജർമ്മൻ ലാംഗ്വേജ് എന്ന് കേട്ടപ്പോൾ ഞാൻ A1 പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത് ഏറ്റവും പാടുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് ഇത് ഒറ്റയടിക്ക് ഒരു 10 മാസം കൊണ്ട് ഒരിക്കലും പഠിച്ചു തീർക്കാൻ പറ്റില്ല എന്നുള്ളൊരു റിവ്യൂ ആണ് ഞാൻ എല്ലായിടത്തുനിന്നും കേട്ടത്. പക്ഷേ തെരേസ്യൻ അക്കാദമിയിലെ ടീച്ചേഴ്സിൻ്റെ ഒരു സ്കില്ലും പിന്നെ അത് മാത്രമല്ല തെരേസ്യൻ അക്കാദമി പ്രൊവൈഡ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറഞ്ഞ കാലയളവിൽ എൻ്റെ B2 കംപ്ലീറ്റ് ചെയ്ത ശേഷം എനിക്ക് തെരേസ്യൻ അക്കാദമിയിൽ തന്നെ ടീച്ചിങ്ങിന് ജോയിൻ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അതും ഒരു 9-10 മാസത്തോളം ഞാൻ ടീച്ചിങ് ചെയ്തു. കൂടാതെ B1 ഞാൻ ഗുരുകുലമായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ആ ഗുരുകുലം പഠിച്ചത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല, ടീച്ചർ ആയതിനു ശേഷം ഒരു B1 ഞാനും കൂടെ ഉൾപ്പെടുന്ന ഒരു ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പിൽ അതൊന്ന് ലീഡ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം എനിക്ക് കിട്ടി. അപ്പോൾ ഒരു ഗുരുകുലം എൻ്റെയും കൂടെ ഉള്ളൊരു ലീഡർഷിപ്പിൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതെനിക്ക് വളരെയധികം എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്. ഗുരുകുലമായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടിയത് ഗുരുകുലത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ തെരേസ്യൻ അക്കാദമിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൂടാതെ എൻ്റെ പ്രോസസ്സിങ് ഇപ്പോൾ ഞാൻ ജർമ്മനിയിലേക്ക് പോകാനായിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ പ്രോസസ്സിങ്ങും ഞാൻ തെരേസ്യൻ അക്കാദമിയിൽ തന്നെയാണ് ചെയ്തത്. അതും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലാഗും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രോസസ്സിങ്ങിനിടയിലുണ്ടായ ഇൻ്റർവ്യൂവിനൊക്കെ ഫാദർ അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് നല്ലൊരു പ്രിപ്പറേഷൻ തന്നെയാണ് തന്നിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിൽ ഇൻ്റർവ്യൂ നല്ല പെട്ടെന്ന് തന്നെ പാസ്സാകാനും പ്രോസസ്സിങ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. അപ്പോൾ തിരിഞ്ഞൊന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ഈ ഒരു 2 വർഷത്തോളം ഏതാണ്ട് പഠിക്കുന്ന കാലം തൊട്ട് ഇപ്പോൾ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയത് ഒരു 2 വർഷമുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ ഒരുപാട് ഫ്രണ്ട്സിനെയും ഒരുപാട് പുതിയ ഓർമ്മകളും കുറേ കാര്യങ്ങളും പഠിക്കാൻ പറ്റി. അപ്പോൾ ഇനി ആദ്യം കണ്ട ആ സ്വപ്നം ഇപ്പോൾ വരാൻ പോവാണ്, ജർമ്മനിയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ദിയ, ഹൗ ഡു യു ഫീൽ ആസ് ആൻ എക്സ്-തെരേസ്യൻ? ഞാൻ +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ എൻ്റെ ജീവിതത്തിൽ ഒരു ന്യൂ ചാപ്റ്റർ തുടങ്ങുന്നത് ഈ തെരേസ്യൻ അക്കാദമി വന്നതിന് ശേഷമാണ്. എനിക്കിവിടെ ആ ഒരു 9 മാസത്തെ കോഴ്സ് ആണെങ്കിലും അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നി. കാരണം ടീച്ചേഴ്സിന്റെ ആ ഒരു ടീച്ചിങ് സ്കില്ലാണെങ്കിലും ഓരോ സ്റ്റുഡൻസിന് നിർത്തി നിന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണെങ്കിലും അത് ഭയങ്കര അവർ നല്ല വെൽ പ്ലാൻ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത്. അത് കാരണം തന്നെ എനിക്ക് എൻ്റെ ഒറ്റ ഇതിൽ തന്നെ എനിക്ക് എൻ്റെ എക്സാം ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം ആണെങ്കിലും എനിക്ക് ഇവിടെ പഠിപ്പിക്കാൻ ചാൻസ് കിട്ടി. അപ്പം പുതിയ കുട്ടികള് അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരു ടീച്ചറായി നിന്നുകൊണ്ടാണെങ്കിലും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ പ്രോസസ്സിംഗ് ആണെങ്കിലും ഞാൻ ഇവിടെയാണ് കൊടുത്തത്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നത് എൻ്റെ ഡിഗ്രി കഴിഞ്ഞു. അപ്പം ഈ ടൈമിന് ഡിഗ്രി കഴിഞ്ഞ കുറെ പേർക്ക് പ്രോസസ്സിംഗിലൊക്കെ ഡിഗ്രീന്റെ റിജക്ഷൻ വരുന്നുണ്ട്, വിസ റിജക്ഷൻ വരുന്നുണ്ട് ഞാൻ കേട്ടായിരുന്നു. അപ്പം അതിന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ അതും ഭയങ്കര എളുപ്പമായിട്ട് ഒട്ടും ടെൻഷൻ അടിപ്പിക്കാത്ത രീതിയിൽ വിസയിലൊന്നും റിജക്ഷൻ ഇല്ലാതെ ഫാദർ അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ വളരെ വൃത്തിയായിട്ട് നടന്നു. വളരെ നന്നായി അത് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ആ ഇന്റർവ്യൂ ഒക്കെ പാസ്സായി. ഇനി ഈ വരുന്ന മാർച്ച് 31 ജർമ്മനിയിലേക്ക് പോവാണ്. സോ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഈ തെരേസ്യൻ അക്കാദമിയിൽ ഉള്ള സ്റ്റാഫ്സ് ആണെങ്കിലും എല്ലാവരാണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പ്രോസസ്സിങ്ങിനും ഞങ്ങളുടെ ആ ഒരു ടീച്ചിങ് ചെയ്യുന്ന ആ ടീച്ചറായി നിന്ന ആ ടൈമിനും അതുപോലെ തന്നെ സ്റ്റുഡൻ്റ് ആയി നിന്ന ടൈമിനും. സോ എനിക്ക് ഈ തെരേസ്യൻ അക്കാദമി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ദിയ, തെരേസ്യൻസ് മാത്രമല്ല പുറത്തുനിന്നും തെരേസ്യൻ അക്കാഡമിനെ ട്രസ്റ്റ് ചെയ്ത് വന്ന കാൻഡിഡേറ്റ്സ് നമ്മളോടൊപ്പം ഉണ്ട്. അൽക്ക, എങ്ങനെയുണ്ടായിരുന്നു തെരേസ്യൻ അക്കാഡമിയിലെ ഒരു എക്സ്പീരിയൻസ്? ഇതുവരെ എൻ്റെ പ്രോസസ്സിങ് നടന്നത് തീരെ ലാഗ് ഇല്ലാതെയാണ്.
ഞാനും ഈ 31-ാം തീയതി ജർമ്മനിയിലേക്ക് പോകാനിരിക്കുകയാണ്. ഞാൻ തെരേസ്യൻ അക്കാഡമി ചൂസ് ചെയ്തതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അങ്ങനെ ഫൈനലി നിങ്ങളുടെ ഹാർഡ് വർക്കും ഡ്രീമും ഫുൾഫിൽ ആവാൻ പോവുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ജർമ്മനിയിലേക്ക് പറക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്? അമലിയ, ഹൗ ഡു യു ഫീൽ? ഓക്കെ, ആദ്യം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ജർമ്മനിയിലോട്ട് പോകാൻ പറ്റുന്നു എന്നുള്ളത്. പണ്ട് തൊട്ടേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ജർമ്മനിയിലേക്ക് പോകാന്നുള്ളത്. അങ്ങനെ ഞാൻ തപ്പിപ്പിടിച്ച് വന്നതാണ് തെരേസ്യൻ അക്കാഡമി. ഞാൻ A1 തൊട്ട് B2 വരെ ഇവിടെ തെരേസ്യൻ അക്കാഡമിയിലാണ് പഠിച്ചത്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ എനിക്ക് കുറേ എക്സ്പീരിയൻസസ് കിട്ടി, കുറേ ഫ്രണ്ട്സിനെ കിട്ടി, പിന്നെന്താണ് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ 4 മൊഡ്യൂളും പാസ്സാവാൻ പറ്റി, ഇവിടെ തന്നെ പഠിപ്പിക്കാനും കയറാൻ പറ്റി. അപ്പം ഇതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളാണ്. പിന്നെ തെരേസ്യൻ അക്കാഡമിയുടെ കൂടെ തന്നെ പ്രോസസ്സിങ് ചെയ്തിട്ട് ഇപ്പം ജർമ്മനിലേക്ക് പോകാൻ പറ്റുന്നതും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, അമലിയുടെ എക്സ്പീരിയൻസ് നമ്മൾ കേട്ടു. ബെസ്റ്റിക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ആക്ച്വലി ഞാൻ സൂപ്പർ പ്രൗഡും സൂപ്പർ ഹാപ്പിയാണ്. നമ്മൾ ഈ പറയത്തില്ലേ എന്തുവാ ഡ്രീം കം ട്രൂ മൊമെന്റ്സ്, അതിലൂടെയാണ് ഞാനിപ്പോൾ ഗോ ത്രൂ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ വേറൊരു ഏജൻസിക്കാണ് ആദ്യം കൊടുത്തത്. പിന്നെ അവിടെ നിന്ന് എനിക്ക് അത്രയും ബാഡ് എക്സ്പീരിയൻസ് കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ അതിനുശേഷമാണ് ടൈലിൽ കൊടുക്കുന്നത്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അവർ ചെയ്ത കാര്യത്തിലൂടെ എല്ലാം. ഇനിയിപ്പോൾ എന്താ ഈ 31st ജർമ്മനിക്ക് പോവാണ്. ഓവറോൾ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അപ്പം എല്ലാരും വളരെ എക്സൈറ്റഡ് ആണെന്ന് കേട്ടു. അപ്പൊ നിങ്ങളുടെ തയ്യാറെടുപ്പൊക്കെ എവിടെ വരെയായി? പാക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയോ? അമൃത, എവിടെ വരെയായി തയ്യാറെടുപ്പൊക്കെ? പാക്കിങ് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്നാലും കുറച്ച് കംപ്ലീറ്റ് ആവാനുണ്ട്. പിന്നെ പാക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആദ്യമൊക്കെ എനിക്ക് ഷോപ്പിങ്ങിൻ്റെ ചെയ്യുന്ന കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തൊക്കെ വാങ്ങണം. അപ്പോൾ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ പല പല കാര്യങ്ങൾ അവർ പറയണേ. പക്ഷേ എനിക്കൊന്നു തെരേസ്യൻ അക്കാദമിയിലെ ഓരോ സ്റ്റാഫ്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നതും പിന്നെ അഗസ്റ്റിനച്ഛൻ തന്നെ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് അവിടെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അതൊക്കെ തന്നെ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ ഇപ്പോഴും എനിക്ക് കുറച്ച് പാക്കിങ് ബാക്കി കിടക്കാണ്, അതിനി കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അമൃത പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞു. ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയോണ്ട് തന്നെ ഷോപ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. എൻ്റെ പാക്കിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ എല്ലാരും തന്നെ അവരുടെ കരിയർ ഗ്രോത്തിനായിട്ട് ചൂസ് ചെയ്യുന്നത് എബ്രോഡ് ആണല്ലോ. അതിന് ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാവരും എത്തിയിരിക്കുന്നത് ജർമ്മനി എന്നുള്ള ഒരു ഓപ്ഷനിലേക്കാണ്. എങ്ങനെയാണ് ആ ഒരു തോട്ട്? എന്തുകൊണ്ടാണ് നിങ്ങൾ ജർമ്മനി ചൂസ് ചെയ്തത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞ ബ്രേക്കിന് ശേഷമാണ് എബ്രോഡ് സ്റ്റഡീസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. സോ അപ്പോഴാണ് ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം അറിഞ്ഞത്. സോ മറ്റുള്ള കൺട്രീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജർമ്മനിയിൽ നമുക്ക് കുറച്ചുകൂടി സേഫ് ആണ്, എസ്പെഷ്യലി ഗേൾസിന്. അത് മാത്രമല്ല നമുക്ക് അവിടെ വേറെ പാർട്ട് ടൈം ജോബ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കോഴ്സ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് അവിടുത്തെ കൾച്ചർ അതുപോലെ മറ്റുള്ള ആൾക്കാരെല്ലാം കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. സോ ഇതെല്ലാമാണ് എന്നെ ജർമ്മനിയിൽ എന്ന രാജ്യത്തെ അട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. വാട്ട് അബൌട്ട് ഐറിൻ? ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയാണ് ജർമ്മൻ പഠിക്കാനുള്ള പോസിബിലിറ്റിയെ കുറിച്ച് അറിയുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. നമുക്കറിയാം ഇപ്പോഴത്തെ എല്ലാവരും UK, കാനഡ അതുപോലെ അബ്രോഡ് സ്റ്റഡീസ് നോക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞത് ഹൈലി എക്സ്പെൻസീവ് ആണ്. സോ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അബ്രോഡ് ഡ്രീം ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ജർമ്മൻ എനിക്ക് തോന്നി. അതുപോലെ തന്നെ അവിടുത്തെ മെത്തേഡ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ പ്രാക്ടിക്കൽ ചെയ്യാണ്. അതായത് നമ്മൾ പഠിച്ചൊരു കാര്യം വർക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ സ്റ്റുഡൻസിന് അവർ പഠിച്ച കാര്യം ഒരു പ്രാവശ്യം നമ്മൾ വർക്കൗട്ട് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതൊക്കെ തന്നെയാണ് ഞാൻ ജർമ്മനി ചൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, അപ്പം ജർമ്മനിയിലോട്ട് പോകാനുള്ള ഒരു കോർ ഫാക്ടറാണ് ജർമ്മൻ പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് എവിടെ പഠിക്കുന്നു എന്നുള്ളതും അത്രയും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അപ്പം നമ്മളോടൊപ്പം അങ്ങ് സ്റ്റേറ്റ് ഒക്കെ താണ്ടി അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ തെരേസ്യൻ അക്കാഡമിയിൽ പഠിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത 2 കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ട്. അബി, ജെനിഫർ, എങ്ങനെയാണ് നിങ്ങൾ തെരേസ്യൻ അക്കാഡമിയുടെ ഒരു പാർട്ടായത്? ഓക്കെ, ഞങ്ങൾ 12th നിന്നിട്ട് എന്നാ ചെയ്യേണ്ടെന്നൊരു ഐഡിയ അല്ലാതിരുന്നപ്പം ഞങ്ങൾ പള്ളിയിൽ അച്ഛനടുത്ത് പോയി ചോദിച്ചു എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ഏതെങ്കിലും പഠിക്കാനായിട്ട്. അപ്പം ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനാണ് ബിഷപ്പിൻ്റെ അടുത്ത് പറഞ്ഞ്, ബിഷപ്പാണ് ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞത്, ഇങ്ങനെ ജർമ്മനിലൊരു സ്റ്റഡീസ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി പഠിക്കാം, ഫ്രീ ഓഫ് കോസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഡയറക്ടർ ജസ്റ്റിൻ സാറ് ഞങ്ങളുടെ ബിഷപ്പിൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ വഴിയാണ് പരിചയപ്പെട്ട. പിന്നെ ജസ്റ്റിൻ സാറ് ഞങ്ങളെ വന്ന് കണ്ടായിരുന്നു, എന്നിട്ട് കുറച്ച് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പം ഞങ്ങളായാലും ഞങ്ങളുടെ വീട്ടുകാരായാലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഞങ്ങൾ കുറച്ചുപേരും ഉണ്ടായിരുന്നു.
അപ്പൊ എല്ലാവരും ഓക്കെ നമുക്ക് ജർമ്മനിയിൽ പോയി പഠിക്കാമോ, ഇതിനെല്ലാം ടേക്ക് കെയർ ചെയ്യുന്ന അന്ന് തന്നെ പറഞ്ഞായിരുന്നു. ഇത്ര രൂപ ആവുന്നു എല്ലാ ഡീറ്റെയിൽസും സാർ അന്ന് തന്നെ പറഞ്ഞായിരുന്നു. അങ്ങനെ പിന്നെ പഠിക്കാൻ വന്നു. പിന്നെ ഞങ്ങളുടെ നാട്ടിലെന്ന് പറയുമ്പോൾ ഈ ജർമ്മൻ എൻ്റർലി ന്യൂ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അങ്ങനെ ആർക്കും മീൻസ് അങ്ങനെ ഒന്നും അറിയത്തില്ല. അങ്ങനെ തെരേസൻ അക്കാഡമിയെ കുറിച്ച് ഞാൻ പുറത്ത് ചോദിച്ചപ്പം അവർ പറഞ്ഞു കൊള്ളാം, നല്ല അക്കാഡമിയാണ്, പഠിക്കാൻ പറ്റിയ അതാണ്. അടുത്തിവിടെ വന്നിട്ട് A1 മുതൽ B2 വരെ പഠിച്ചായിരുന്നു. B1 ഞങ്ങൾക്ക് ഗുരുകുലായിരുന്നു. ഫുൾ ടൈം ഞങ്ങൾ ജർമ്മനിൽ ഭയങ്കര എന്താ പറയാ സ്പീക്കിംഗ് ഒക്കെ ഭയങ്കര സെറ്റായിരുന്നു ഞങ്ങൾക്ക്. എക്സാം പ്രിപ്പറേഷൻ ആയാലും ടീച്ചേഴ്സ്മാരെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും അവർ ഡൗട്ടൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഞങ്ങൾ പുറത്തുനിന്ന് വന്ന ഒരു ഫീലൊന്നും അവർ കാണിച്ചിട്ടില്ല. ഓക്കെ നിങ്ങൾ പുറത്തുനിന്ന് വന്ന അപ്പം ഞങ്ങൾക്ക് സംസാരിക്കാം, എന്ത് ചോദിച്ചാലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും സ്റ്റാഫായാലും ടീച്ചേഴ്സ് ആയാലും ഞങ്ങൾക്ക് സംസാരിക്കുന്നതായാലും ഭയങ്കര സാറ്റിസ്ഫൈഡ് അതിൽ. പിന്നെ വളരെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡേറ്റ് എടുത്ത് ഇവിടെ തന്നെ അവർ ഡേറ്റ് എടുത്തരും. അത് ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ലെസൺസ് എന്ന് പറയുമ്പം ഞാൻ പഠിപ്പിക്കാൻ കയറിയ സമയത്ത് ഈ ഇവിടത്തെ പോലെ അങ്ങനെ പുറത്ത് ഞാൻ കണ്ടിട്ടില്ല പഠിപ്പിന്. കാരണം ഫുൾ ലെസൺസ് ടോപ്പിക്സ് ഇവർ കവർ ചെയ്യും. അപ്പൊ ഞാൻ പഠിപ്പിക്കാൻ പോയ സമയത്ത് എനിക്ക് അവിടുത്തെ സ്റ്റാഫ്സ് ആയാലും പിള്ളേർക്കായാലും കുറച്ച് ടോപ്പിക്ക് ഭയങ്കര പുതിയതായിരുന്നു. ഓക്കെ ഇത് B2 ടോപ്പിക് എന്ന് അവർ പറഞ്ഞാൽ അവർ ചോദിക്കും ഇതൊക്കെ പഠിപ്പിച്ചോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയാം ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന്. സോ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ പഠിച്ചതിന് ഞാൻ ഭയങ്കര പ്രൗഡാണ്. താങ്ക് യു തെരേസൻ അക്കാഡമിക്ക്. അബി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വിശപ്പ് വഴിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഓവറാൾ ഇവിടുത്തെ എല്ലാ കാര്യത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് എൻ്റെ പ്രോസസ് വർക്കിങ്ങും ഞാൻ ഇവിടെയാണ് കൊടുത്തത്. ഇവിടെ കൊടുത്തതിൽ ഞാൻ വളരെയേറെ ഹാപ്പിയാണ്. കാരണം പ്രോസസ് വർക്കിങ്ങിൽ ഇവിടുത്തെ സ്റ്റാഫ്സ് ഡോക്യുമെന്റ്സ് ഒക്കെ ഓരോ കാര്യത്തിനും നമുക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഉടനെ അതൊക്കെ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. ഒത്തിരിയേറെ ഹാപ്പിയാണ് ഞാൻ. ഇപ്പം വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ നിൽക്കുക ജർമ്മനിയിലോട്ട് പോവാൻ. അതെൻ്റെ വലിയൊരു ഡ്രീമാണ്. താങ്ക് യു തെരേസൻ അക്കാഡമി. ഓക്കെ, അപ്പം പ്രോസസ്സിങ്ങിന്റെ കാര്യം വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരും മനസ്സിലുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും എവിടെ ചെയ്യും എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷെ നിങ്ങൾ എല്ലാവരും തന്നെ ചൂസ് ചെയ്ത് തെരേസൻ അക്കാഡമിയാണ്. എങ്ങനെയാണ് പ്രോസസ്സിങ് തെരേസൻ അക്കാഡമി തന്നെ ചെയ്യാം എന്നുള്ളൊരു തോട്ട് വന്നത്? ജസ്റ്റിൻ, എങ്ങനെയാണ് തെരേസൻ അക്കാഡമി ചൂസ് ചെയ്തത്? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഈ തെരേസൻ അക്കാഡമി വഴി തന്നെ ജർമ്മനിക്ക് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴെല്ലാം അവരെല്ലാവർക്കും നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. അതായത് നമ്മളുടെ പ്രോസസ്സിങ് ടൈമിൽ വ്യക്തമായ ഗൈഡൻസും കാര്യങ്ങളെല്ലാം തെരേസൻ സ്റ്റാഫ് ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനായിട്ട് പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് കാര്യത്തിനും ഇവരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെല്ലാം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല സ്ഥാപനമുള്ളപ്പം ഞാനൊരു വേറെ ഓപ്ഷനെ കുറിച്ച് ചിന്തിച്ചില്ല. A1 തൊട്ട് B2 വരെ ഇവിടെ തന്നെയായിരുന്നു പഠിച്ചത്. അപ്പം എനിക്ക് മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നില്ല. ഞാൻ പ്രോസസ്സിംഗ് ടൈമിലും ഇവിടെ തന്നെ കൊടുത്ത് ഇപ്പോൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ കാരിത്താസിലോട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ജർമ്മനിയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ് കാരിത്താസ് എന്ന് പറയുന്നത്. അഭിജിത്തെ, എങ്ങനെ ഉണ്ടായിരുന്നു കാരിത്താസായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ആദ്യം തന്നെ എനിക്ക് ഇന്റർവ്യൂവിന്റെയും പ്രോസസ്സിങ്ങിന്റെ ഒക്കെ കാര്യം ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കാരിത്താസ് വഴി ആയതുകൊണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. അഗസ്റ്റിനാച്ചൻ ജർമ്മനി നേരിട്ട് വന്ന് ഞങ്ങൾക്ക് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സുകളൊക്കെ ഒരാഴ്ച നീണ്ട ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണെങ്കിലും കാരിത്താസിൽ നിന്ന് ഞങ്ങൾക്ക് ഡയറക്റ്റ് ഓരോ അക്കോമഡേഷൻ്റെ ആണെങ്കിലും വിസയുടെ ഒക്കെ ആണെങ്കിലും നേരിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ വഴി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ വിസയുടെയും ടിക്കറ്റിൻ്റെ ഒക്കെ ചാർജ് കാരിത്താസുകാർ തന്നെയാണ് ഏറ്റത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ടെൻഷനൊന്നും വന്നില്ല. പിന്നെ അഗസ്റ്റിനച്ഛനാണെങ്കിലും തുടക്കം മുതലേ വളരെ സപ്പോർട്ടായിരുന്നു. പിന്നെ കാരിത്താസുമായിട്ട് ഇനിയും വർക്ക് ചെയ്യാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് തന്നത് ഫാദർ അഗസ്റ്റിനായിരുന്നു. ദിയ, അഗസ്റ്റിനച്ഛനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? First of all, I would like to express my sincere gratitude towards Father Augustine because അച്ഛൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ത്രൂ ഔട്ട് ഞങ്ങളുടെ പ്രോസസ്സിങ്ങിന്റെ ടൈമിലാണെങ്കിലും. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അച്ഛൻ അവിടെ ജർമ്മനിയിൽ ഭയങ്കര തിരക്കുള്ള വ്യക്തിയാണ്. എന്നിരുന്നാലും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ അച്ഛന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അച്ഛനത് പെട്ടെന്ന് നോക്കുകയും ഞങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ തരുകയും ചെയ്യായിരുന്നു. അത് കാരണം അത് മാത്രമല്ല, നമ്മുടെ പാക്കിങ്ങിന്റെ ടൈമിനാണെങ്കിലും ഞങ്ങളുടെ പ്രോസസ്സിങ്ങിന്റെ ബാക്കി കാര്യങ്ങൾ ഡോക്യുമെന്റേഷന്റെ കാര്യങ്ങളാണെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്ന കാരണം അതിൽ ഞങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ അഗസ്റ്റിനച്ഛന് നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ അഗസ്റ്റിൻ ആൻഡ് ഓൾസോ തെരേസൻ അക്കാദമി. ഓക്കെ, അപ്പൊ എല്ലാവരുടെ എക്സ്പീരിയൻസ് നമ്മൾ കേട്ടു. എല്ലാവരും വളരെ ഹാപ്പിയാണ്
ജർമ്മനിയിലേക്ക് പറക്കാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പ്രോസസ്സിങ്ങിന് തെരേസൻ അക്കാഡമി ചൂസ് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. എന്നും നിങ്ങൾ തെരേസൻ അക്കാഡമിയുടെ ഒരു ഭാഗമായിരിക്കും. മുൻപോട്ടും നിങ്ങൾക്ക് എന്താവശ്യത്തിനും തെരേസൻ അക്കാഡമിനെ സമീപിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.